വയനാട് തെക്കുംതറയിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കിറ്റ് എത്തിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് കിറ്റുകൾ കണ്ടെത്തിയ കേസിൽ വിനീഷ് ചക്കരയെ പ്രതി ചേർത്ത് കൽപ്പറ്റ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. 2426 കിറ്റുകൾ വോട്ടർമാർക്ക് നൽകിയെന്നും FIR പറയുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ രാത്രിയിൽ വലിയ റെയ്ഡ് നടക്കുന്നു, പലയിടത്തു നിന്നും കിറ്റ് കണ്ടെത്തുന്നു. പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, കോഴിക്കോട് ജില്ലയടക്കം ഉള്ള ഭാഗങ്ങളിൽ നിന്ന് ഈ കിറ്റുകൾ പിടികൂടിയതാണ്. ഇപ്പോൾ ഏതൊക്കെ സംഭവങ്ങളിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുക? ഇതുമായി ബന്ധപ്പെട്ടൊരു സമഗ്രാന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ഗൂഗിൾ. വയനാട്ടിലെ കിറ്റ് വിവാദത്തിൽ ഇത് രണ്ടാമത്തെ കേസാണ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ സുൽത്താൻ ബത്തേരി പോലീസ് ഒരു കേസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ ആളുകളുടെ പേരുകൾ, പ്രതികളുടെ പേരുകളില്ല, അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഈ പുതിയ കേസിൽ കൽപ്പറ്റ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബിനീഷ് ചക്കര എന്നുള്ള ഒരു വ്യക്തിയെയാണ് പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ തെക്കുംതറയിൽ, പിണങ്ങോട് തെക്കുംതറയിൽ ഈ കിറ്റുകൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ആ ഒരു BJPയുടെ പ്രാദേശിക നേതാവായിട്ടുള്ള ശശിയുടെ വീട്ടിൽ നിന്നാണ് കിറ്റുകൾ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ ഓർഡർ നൽകിയ ആളെ സംബന്ധിച്ചുള്ള വിവരം വ്യക്തമായത്. ഇതിൽ 2500 കിറ്റുകളാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബിനീഷ് ചക്കര എന്നുള്ള പേരിൽ ഓർഡർ നൽകിയത്. ഇതിൽ 2426 കിറ്റുകൾ വോട്ടർമാർക്ക് നൽകിയിട്ടുണ്ടെന്ന് FIR പറയുന്നുണ്ട്. അതായത് ഇതിൽ കണ്ടെത്തിയത് ഈ തെക്കുംതറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയത്. പക്ഷേ ബാക്കി കിറ്റുകളെല്ലാം തന്നെ വിതരണം ചെയ്ത് കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ബിനീഷ് ചക്കരയുടെ രാഷ്ട്രീയ ബന്ധം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഇയാൾ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാണെന്ന് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കിറ്റ് കണ്ടെത്തിയത് BJPയുടെ പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ നിന്നാണ്. ആരാണ് ബിനീഷ് ചക്കര എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടിക്കാണ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ശരി, വയനാട്ടിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ കിറ്റ് വിതരണം ചെയ്തെന്നായിരുന്നു ആക്ഷേപം. ഏതായാലും രണ്ടാമത്തെ കേസാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.